അടുത്തൊരിടത്ത് ഒരു സന്തുഷ്ട കുടുംബം. ഒരു ദിവസം അവർ കുടുംബസമേതം ഒരു വിനോദയാത്ര പോവാൻ തീരുമാനിച്ചു. നോക്കൂ, നമ്മളൊരു വിനോദയാത്ര പോയിട്ട് കുറെ കാലമായി. കുട്ടനും അമ്മുവിനും മുഷിഞ്ഞു കാണും. എന്നും സ്കൂളും തിരക്കുമൊക്കെ. ഈ വരുന്ന ശനിയാഴ്ച നമുക്കൊന്ന് പോയി വരാം. നീ പറയുന്നതും ശരിയാണ്. എങ്കിൽ ഈ വരുന്ന ശനിയാഴ്ച കുടുംബസമേതം അടുത്തുള്ള സുവോളജിക്കൽ പാർക്കിൽ ഒന്ന് പോയി വരാം. കുച്ചാ, നീ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടോ? നമ്മൾ ഈ വരുന്ന ശനിയാഴ്ച ട്രിപ്പ് പോവുകയാണ്. ഓ ആണോ അമ്മോ? അടിപൊളി. എങ്ങോട്ടാ നമ്മൾ ഈ പോകുന്നത്? സുവോളജിക്കൽ പാർക്കാണെന്ന് തോന്നുന്നു. ഓ ആണോ? എങ്കിൽ നല്ല രസമായിരിക്കും. അങ്ങനെ ശനിയാഴ്ച എത്തി. കുടുംബസമേതം അവർ അടുത്തുള്ള സുവോളജിക്കൽ പാർക്കിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും സുവോളജിക്കൽ പാർക്കിലേക്ക് സ്വാഗതം. അകത്ത് ചെന്നതിന് ശേഷം വന്യമൃഗങ്ങൾക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുകയോ അടുത്തു ചെല്ലുകയോ അരുത്. സേഫ് ജേണി. അങ്ങനെ അവർ സുവോളജിക്കൽ പാർക്കിന്റെ അകത്തേക്ക് ചെല്ലുന്നു. കുച്ചാ, ഇതെന്താ? അമ്മോ, ഇതാണ് പോളാർ ബിയർ, ഹിമക്കരടി. മഞ്ഞു പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു കരടിയാണ്. ഓ ആണോ? ഓക്കേ കുച്ചാ. അപ്പൊ ഇതെന്താ? ഇതാണ് റെയിൻഡിയർ. അങ്ങനെ സുവോളജിക്കൽ പാർക്കിലൂടെ നടക്കുമ്പോൾ കുട്ടൻ പെട്ടെന്നൊരു തേനീച്ചക്കൂട് കാണുന്നു. അമ്മോ, അവിടെ നോക്ക്, ഒരു വലിയ തേനീച്ചക്കൂട്. അടുത്ത് പോയാലോ? അയ്യോ കുച്ച, വേണ്ട കുച്ച, തേനീച്ച കുച്ചും. ഒന്നും സംഭവിക്കില്ല, ഞാൻ പോയി നോക്കിയിട്ട് വരാം. കുച്ച വേണ്ട കുച്ച, പറയുന്നത് കേക്ക്, വേണ്ട. അമ്മ അങ്ങോട്ട് നോക്കമ്മ, കുട്ടൻ തേനീച്ചക്കൂടിന്റെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ കുട്ടനെ അമ്മ തടയാൻ പോകുന്നു. കുട്ട, നീ എന്താണ് ഈ കാണിക്കുന്നത്? തേനീച്ചക്കൂടിന്റെ അടുത്ത് പോവുകയാണോ? എല്ലാ തേനീച്ചകളും കൂടി പറന്ന് നിന്റെ നേർക്ക് വന്ന് കുത്തിയാൽ നീ എന്തു ചെയ്യും? തേനീച്ചക്കൂടിന്റെ അടുത്ത് ചെല്ലുന്നത് അപകടകരമാണ് കുട്ട. സോറി അമ്മ. കുട്ടന് ഉപദേശം കൊടുത്ത ശേഷം അവർ ആ യാത്ര വീണ്ടും തുടരുന്നു. തേനീച്ചകൾ അവരുടെ വീടിനെ വളരെയധികം സംരക്ഷിക്കുന്നതിനാൽ തേൻകൂട് അപകടകരമാണ്. നിങ്ങൾ അതിനെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ സ്വയം പ്രതിരോധിക്കാൻ തേനീച്ചകൾ ഒരു കൂട്ടമായി ഒത്തുചേരും. ഒരേ സമയം നിരവധി കുത്തുകൾ നിങ്ങളെ വല്ലാതെ രോഗിയാക്കും. തേനീച്ചകൾക്ക് അവരുടെ കൂടിനടുത്തുള്ള വലിയ ശബ്ദങ്ങളോ പെട്ടെന്നുള്ള ചലനങ്ങളോ ഇഷ്ടമല്ല. അതിനാൽ അകന്നു നിൽക്കുകയും അവരെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്.